ഹായ്, ഞങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അതിഥിയുടെ പാരൻസ് ആണ്. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വി ആർ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. പ്രീ KG കുറച്ച് ദിവസത്തേക്ക് മോളെ ചേർക്കാൻ പോയതാണ്. പക്ഷേ മോളുടെ ഗ്രോത്ത് കണ്ണിന്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ വി ആർ വെരി പ്രൗഡ്. ടാവിഷ് ലീവറിൽ പഠിക്കുന്നത് കാരണം ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നതെങ്കിൽ +2 വരെ പോകണം എന്നാണ് പാരൻസായ ഞങ്ങൾക്കും ആഗ്രഹം, മോൾക്കും ആഗ്രഹം. വി ആർ വെരി പ്രൗഡ്. കാരണം ഇത്രയും ക്വാളിറ്റിയിൽ മോളുടെ ഒബ്സർവേഷൻ കാലിബിലിറ്റി കൂടിയിട്ടുണ്ട്. പ്രൊനൗൺസിയേഷൻ ഞങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾ തിരുത്തി തരാറുണ്ട്. അമ്മ അങ്ങനെയല്ല, അമ്മ പറയുന്നത് റോങ് ആണ്, ഇങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള രീതിയിൽ പറയുമ്പോൾ വി ആർ വെരി പ്രൗഡ്. സ്കൂളിനെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ ആനുവൽ ഡേ ആണെങ്കിൽ മോളുടെ 5ാമത്തെ ആനുവൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്, ഇത്രയും നല്ല ക്വാളിറ്റിയിലായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടാവും. പക്ഷെ ഓരോ ഇയറും അവരുടെ എന്ന് വെച്ചാൽ ഓരോ ഇയർ നമ്മൾ കാണുന്ന ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി പോകണം. സ്കൂള് +2 ലെവൽ വരെ എത്തണം എന്നാണ് ആഗ്രഹം. എത്ര വരെ സ്റ്റാൻഡേർഡ് ഉണ്ടോ അത്രയും വരെ അതിഥി അവിടെ തന്നെ പഠിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മോളെ സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ എനിക്ക് വേറൊരു ആവശ്യത്തിനായിട്ട് അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു ട്യൂഷൻ ആയാലും പിന്നെ അവർ ബാക്കിയുള്ള സ്കൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കുട്ടിയുടെ ബാക്കിൽ നിന്ന് നടന്ന് പഠിപ്പിക്കാനോ ഒരു കാര്യത്തിന് നമുക്ക് പോകണ്ട. പിന്നെ അതേപോലെ ഫീസിൻ്റെ കാര്യത്തിലായാലും നമുക്ക് വേറൊരു ഇടയ്ക്കിടയ്ക്കുള്ള ഫീസിൻ്റെ കാര്യങ്ങൾ പറയുകയോ ഒന്നും അങ്ങനത്തെ ഒരു കാര്യം എല്ലാ കാര്യങ്ങളും അവർ നോക്കും. നമുക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല കുട്ടികളുടെ കാര്യത്തിൽ. പിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഇവരുടെ ആനുവൽ ഡേ നോക്കുമ്പോൾ ബാക്കിയുള്ള സ്കൂളിലാണെങ്കിൽ അഡീഷണൽ ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇവർ ഒരു കാര്യമേ കുട്ടിയെ നമ്മൾ ഏൽപ്പിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാവരും നോക്കിക്കോളും. നമുക്ക് ഒരു കാര്യം ആനുവൽ ഡേക്ക് ചെന്നിരുന്ന് കാണുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ വേറൊന്നും അവരെ സ്കൂളിൽ ചെന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം.